സ്നേഹമുള്ളവരെ, വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുവോസ്തിയിൽ സംഭവിച്ച അത്ഭുത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വർഷങ്ങളായി നാം കാത്തിരുന്ന ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാര ദിനമാണിത്. സത്യവും വിശ്വാസയോഗ്യവുമെന്ന് കണ്ടെത്തിയതിനാൽ ഈശോയുടെ തിരുമുഖം റോമിന്റെ അംഗീകാരത്തോടെ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഇന്ത്യൻ സ്ഥാനപതി അപ്പോസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ലയോപോൾഡോ ജിറല്ലി വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അൽത്താരയിൽ
ലേശം നിങ്ങൾ അകന്ന് ഓഡിറ്റോറിയത്തിനകത്ത് നിരവധി കസേരകളുണ്ട്. എല്ലാവരും അങ്ങോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓഡിറ്റോറിയത്തില്
ഈശോയ്ക്ക് അങ്ങയുടെ തിരുമുഖ ദർശന ഭാഗ്യം തന്ന് ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യ രൂപത്തിൽ വെളിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് We know that Archbishop Leopoldo Girelli is the representative of the Holy Father. The new Holy Father is Pope Leo XIV. He has appointed began visiting the countries, ensured that the Holy Father is with us. Dear Nuncio, I don't know words to thank you for this joyous meeting here on this because the event took place in 2013 and it had been 12 years over. I had to come over to Delhi to the Apostolic Nunciature. You had to go to discuss the matter with the doctrine of faith, Eucharist to the Archdiocese, and with the proper instruction what and we had been able to fulfill all the requirements which he had been asked to do for. And I am sure that Archbishop Girelli is the man behind this great achievement of this Archdiocese. And last week he had been there at Calicut for the installation of Archbishop Varghese Chakarya. I was wondering would it be possible for the Nuncio to come over again within 6 days to the Malabar region, but he made it possible. Archbishop Girelli is an Italian citizen. He was ordained in 1978. He joined the ഉള്ളിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരെയും ഓഡിറ്റേഴ്സിനുള്ളിലേക്ക് കടത്തിവിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Association of Southeast. On 13th September, Pope Francis appointed him as Apostolic Nuncio to Israel. He was also appointed Apostolic Nuncio to Cyprus. On 13th March 2021, Archbishop to India. He is a man of simplicity
every priest and bishop can learn a lot from him. He had traveled all the way from Delhi to Tellicherry without even the accompaniment of a secretary. I had never seen an apostolic nuncio traveling all alone, carrying his own bag. You are really representing the simplicity of our Lord. Thank you, Archbishop Girelli. With this word, we welcome you to our midst. കണ്ണൂർ രൂപതയുടെ ആദരണീയരായ രണ്ട് പിതാക്കന്മാരും അലക്സ് വടക്കുതല പിതാവും അതുപോലെ തന്നെ ഡെനീസ് കുറുമ്പശ്ശേരി പിതാവും. ആ കണ്ണൂർ രൂപതയുടെ ഒരു പ്രോഗ്രാമും തലശ്ശേരി രൂപതാധ്യക്ഷന്മാരില്ലാതെ നടത്താൻ അവര് തക്ക വിധത്തിൽ ഞങ്ങളെയും സ്വന്തം ഭവനത്തിലെ അംഗങ്ങളായി കരുതുന്ന പ്രിയപ്പെട്ട അലക്സ് പിതാവേ, അങ്ങയുടെ ഉദാരതയും സ്നേഹവും ഞങ്ങൾക്ക് എന്നും ഹൃദയസ്പർശിയാണ്. ഇന്ന് ഒത്തിരി തിരക്കുകൾക്കിടയിലായിട്ട് പോലും 4 മണിക്ക് മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ടായിട്ട് പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തി. അലക്സ് പിതാവ് ചെറിയൊരു പിതാവല്ല, ഇതുപോലെ ഡിപ്ലോമാറ്റിക് സർവീസ് എന്ന് പറഞ്ഞ അപ്പസ്തോലിക് നുൻഷിയോ ആകേണ്ട ഒരാളാണ്. എപ്പോഴാണ് ആകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും പ്രിയപ്പെട്ട ഡെന്നിസ് പിതാവേ, പിതാവിന്റെ ഹൃദയ നൈർമല്യവും സിംപ്ലിസിറ്റിയും ഒരു കുഞ്ഞിന്റെ ഹൃദയം ഉണ്ടാകണമെന്ന് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഡെന്നിസ് പിതാവേ, ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ സ്വന്തം പിതാവ് തന്നെയാണ് അലക്സ് താരാമംഗലം പിതാവ്. മാനന്തവാടി രൂപതയുടെ സഹായമെത്രാനായി പിതാവ് പോയെങ്കിലും പിതാവ് നമുക്ക് മറ്റൊരു രൂപതയുടെ ബിഷപ്പാണ് എന്ന വികാരം ഇതുവരെയും തോന്നിയിട്ടില്ല. നമ്മളിൽ ഒരാളായി നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും നമ്മളോടൊപ്പമായിരിക്കുന്ന തലശ്ശേരി അതിരൂപതയെ എന്നും മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട അലക്സ് താരാമംഗലം പിതാവിന് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ മുൻ പിതാക്കന്മാര്, അവരെ ഞാൻ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. ഈ ദിവ്യകാരുണ്യ അടയാളത്തെ അത്ഭുതകരമായ പിതാവും ജോർജ് ഞർലക്കാട്ട് പിതാവുമാണ്. വലിയമറ്റം പിതാവ് തലശ്ശേരി അതിരൂപത അധ്യക്ഷനായിരിക്കവെയാണ് ഈ ഒരു അടയാളം ഇവിടെ വെളിപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതേക്കുറിച്ച് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവുമായിട്ട് കൂടിയാലോചിച്ച് വേണ്ട പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിതാവാണ്. ഈ പഠനത്തെ ശരിയായ ദിശാബോധം ജാം ബാപ്റ്റിസ്റ്റ ദിക്വാത്രോയ്ക്ക് ഈ തിരുവോസ്തി കൈമാറിയതും തുടർന്ന് വിവിധ പഠനങ്ങൾക്കായി റോമിന്റെ സഹായം ഉപേക്ഷിച്ചതും പിതാവാണ്. പിതാവ് തുടങ്ങി വെച്ച ആ പ്രക്രിയയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ. ഞങ്ങളുടെ സന്തോഷത്തെ കാരണഭൂതയായവളെ മാതാവിനെ വിളിക്കാറ്. കർത്താവ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ട തോമസ് പതിക്കലച്ചനെയാണ്. അത് ആദരവോട് നോക്കി കാണാനും ഹൃദയപൂർവ്വം ഏറ്റു പറയുവാനും നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന സത്യത്തോട് താമസിച്ചിട്ടുള്ള നീണ്ടൊരു കരഘോഷം നിങ്ങൾക്ക് നൽകാവുന്നതാണ്. നമ്മുടെ വികാരി അച്ഛന്മാര് എല്ലാവരും സന്നിഹിതരാണ്. പ്രിയപ്പെട്ട മധുമേലച്ചനാണ് തലശ്ശേരിയിൽ നിന്ന് ദിവ്യകാരുണ്യം ഇവിടെ ഈ പള്ളിയുടെ അംഗങ്ങളെ സംഭവിച്ചത്. പ്രിയപ്പെട്ട അന്തോണിച്ചന്റെ സ്നേഹപൂർണമായ അനുഗമനത്തിന് നമ്മുടെ അതിരൂപതയിൽ നിന്നുള്ള ഒരു ആപത്ത് ഇവിടെ എത്തിച്ചേർക്കുന്നുണ്ട്. നമ്മുടെ ആശ്രമത്തിന്റെ ആപത്ത് വെല്ലിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്ഥാപക പിതാവുമായ പ്രിയപ്പെട്ട എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു തിരുക്കർമ്മം ഇവിടെ ഭംഗിയായി നടത്തുന്നതിന് ദൈവം പ്രത്യേകം നിയോഗിച്ച വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട സുവേഷന്റെ താല്പര്യം. മറ്റൊരു കാര്യം എത്തി കഴിഞ്ഞാൽ വിധം ഈ കർമ്മം സുന്ദരമായി പ്രിയപ്പെട്ട വികാരിയച്ഛനെ ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു.
നമ്മുടെ ജനപ്രതിനിധികളായ സജി ജോസഫ് MLA, സജി ജോസഫ് MLA, മറ്റ് ആദരണീയരായ അതിന്റെ ആദ്യഘട്ടത്തിലെ എല്ലാ എഴുത്തുകളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത് പ്രിയപ്പെട്ട സാധനമായ അച്ഛനെ ഹൃദയവും ഞാൻ എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വസിക്കാനും സ്നേഹപൂർവ്വം ആഘോഷിക്കുവാനുമായി ദൈവം തന്ന അടയാളമാണത്. ഈ ദിവസങ്ങളിൽ EWT എന്ന് പറഞ്ഞ അമേരിക്കൻ ചാനല് ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിന്റെ അടയാളങ്ങൾ ലോകത്ത് പലയിടത്തും വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ് എത്രയോ വലിയവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുകയും എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഈ ജില്ലയില് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ കാലാവസ്ഥ. നമുക്ക് വളരെ ഉയർത്തി എല്ലാവരും പറയുക ഹല്ലേലൂയ.
തലശ്ശേരി അതിരൂപതയിലെ വിളക്കിനൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 13 സംഭവിച്ച ദിവ്യകാരുണ്യ അടയാളത്തിന് വത്തിക്കാനി അംഗീകാരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യവാൻ ജോസഫ് പാമ്പ്രാനി പിതാവ് ഇപ്പോൾ നടത്തുന്നു. പരിശുദ്ധ സിംഹാസനത്തിന്റെയും സഭയുടെ പരിശുദ്ധ സൂര്യോദോസിന്റെയും നിയോഗത്താൽ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായ 2013 നവംബർ 15 വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന നടത്തിയ ഈശോയുടെ തിരുവോസ്തിയിൽ ദൃശ്യമായ അസാധാരണ സംഭവത്തെ വിവിധ തലങ്ങളിലെ പഠന നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിലും റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ അനുമതിയിലും കത്തോലിക്ക വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന അടയാളമായി പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ആഴമേറിയ പരമ്പരാഗതമായ വിശ്വാസത്തെ ഈ അസാധാരണ സംഭവം കൂടുതൽ സാധൂകരിക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്യും. ഇത് സംബന്ധമായ വിശദമായ വ്യക്തി നമ്മുടെ അതിരൂപത ചാൻസലർ ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടത്തൂന്ന് ഇപ്പോൾ വായിക്കുന്നതാണ്. വിളക്കന്നൂർ ദേശം സംഭവിച്ചതായി കരുതപ്പെടുന്ന ദീപികാരുടെ അത്ഭുതത്തോടനുബന്ധിച്ച് കുറിച്ച് സീറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജോസഫ് പാമ്പ്രാനി സ്വീകരിച്ച അതിസ്വാഭാവികമെന്ന് കരുതപ്പെടുന്ന പ്രതിഭാസങ്ങളെ വിവേചിക്കുന്ന പ്രകൃതിയുള്ള മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള കത്തോലിക്ക വിശ്വാസം അതിസ്വാഭാവികമെന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തായി വിശ്വാസങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയുടെ ആവാസങ്ങൾ നയിക്കുന്നതിലൂടെ നിത്യവും ഉദാഹരണം ചെയ്തിരുന്ന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ഈശോ സജീവമായും യാഥാർത്ഥ്യമായും സന്നിഗ്ധമാകുന്ന സത്യത്തെ വ്യക്തിപരവും പരസ്യവുമായ ഭക്തിയെ പരിപോഷിപ്പിക്കും.
വസിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും സ്വപ്നം കണ്ട മിശിഹായായ ഈശോയുടെ തിരുമുഖമേ, ആയിരത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ കിടന്ന് തന്റെ മാതാപിതാക്കളെ നോക്കി പുഞ്ചിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, സർവ്വജ്ഞനായ ദൈവമായിരുന്നിട്ട് ജെറുസലേം ദേവാലയത്തിൽ വേദശാസ്ത്രികളുടെ ഇടയിൽ വന്ന് ദൈവവചനം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുന്ന ബാലനായ ഈശോയുടെ തിരുമുഖമേ, ആയത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കളങ്കപ്പെടുന്നവരോടും താരാജ്ഞപ്പെടുവാൻ കയ്യഫാസിന്റെ തടവറയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നിഷ്കളങ്കനായ ഈശോയുടെ തിരുമുഖമേ, സ്വർഗ്ഗത്തെയും ഭൂമിയുമായി തലകരുപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കുമിടയിൽ മൂന്ന് ആണികളാൽ കുരിശിൽ തറക്കപ്പെട്ട് മരണമേ in our Lord Jesus Christ. I wish first and foremost greeting each one of you with the same greetings of the risen Christ. Peace be with you. Today we are gathered in this. The whole Syro Brother Church rejoices on this day, which will surely contribute to the worship which is due to the true God. The Syro Brother Church, which shines for its apostolic zeal and missionary vitality for decades, it is privileged to have this Eucharistic specialist at the Gathering. However, tensions that are still dividing the clergy and the are contradictory to the Eucharist, the sacrament of unity. Our Lord Jesus Christ bestowed with which we want all Christians to be closely united with one another. Perhaps at this day juncture, God has given union with God and of unity of the faithful and love of His God. Christ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ നരകളിൽ നിന്നും മധ്യരുളി ഭോജനമേ
ഒരിക്കൽ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിൽ നമ്മോടൊപ്പമായിരുന്ന ആർച്ച് ബിഷപ്പ് ലിയോപോൾഡ് പിതാവിന് നന്ദി പ്രകാശിപ്പിക്കുവാനായി തലശ്ശേരി അതിരൂപതയുടെ പ്രൊപ്പറേറ്റർ ജോസഫ് Amrani, Archbishop Emeritus George Galimeter, George Nadaka, His Excellency Bishop Alex Barakandana, His Excellency Dennis Rupesiri, His Excellency Alex Karamulan, Reverend Fathers, Sisters, and beloved faithful. കുറച്ച് വഴി വിശുദ്ധ കുർബാനയെ ഈശ്വരത്തിൽ ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അനുഗ്രഹദായകമായ ഈ തിരുക്രമങ്ങളിലേക്ക് സ്വാഗതം ആശംസിക്കുവാനായി
വിളമ്പല്ലൂർ ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിയെ തോമസ് കീഴാരത്തിലച്ചനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിന്നെയും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ അതിരറ്റ് സ്നേഹിക്കുന്നവരെ, ഒരു അമ്മയുടെ മനമാണ് ഇന്ന് ഈ ദേശത്തിനുള്ളത്. പരിശുദ്ധ അമ്മയുടെ മനമാണ് ഈ വിളക്കിന് ദേശത്തിനുള്ളത്. സഞ്ചരിക്കുന്ന സഖ്യകാരിയായ പരിശുദ്ധ അമ്മയുടെ മനമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുത പ്രഖ്യാപനത്തിന് അതിന്റെ സ്ഥിരപ്രതിഷ്ഠയ്ക്ക് മുഖ്യ പങ്കാളിത്തം. ഒപ്പം കുടിയേറ്റ ജനതയെ സംബന്ധിച്ചിടത്തോളം എന്ന പ്രഭാതങ്ങളിൽ പങ്കെടുത്ത് അവരുടെ ജീവിതം ആരംഭിക്കുന്ന, അവരുടെ സന്തോഷവും സങ്കടങ്ങളിലും ഒക്കെ ദേവാലയത്തോടും ദീപികാരൻ ഈശോയോടും ചേർന്ന് നിൽക്കുന്ന, ദീപികാരനെ സ്നേഹിക്കുന്ന, വിശുദ്ധ ബലിയർപ്പിക്കുവാൻ വരുന്ന, ദീപികാരനെ അത്ഭുതത്തോട് ചേർന്ന് നിൽക്കുന്നവരോടായി പറഞ്ഞു, ഒന്ന് മാത്രമേ ഇതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റൊന്നുമല്ല. ദീപികാരൻ എന്താണോ, വിശുദ്ധ കുർബാന എന്താണോ, ഈ ദീപികാരന്റെ അത്ഭുതം എന്താണോ, അതായിത്തീരുക. അത് സ്നേഹത്തിന്റെ, ക്ഷമയുടെ, കൂട്ടായ്മയുടെ, ഒരുമയുടെ, സ്വർഗയാത്രയുടെ സമ്മാനമാണ്. സ്വർഗം ഈ ദേശത്തിന്റെ മുകളിൽ ചാർത്തി തന്ന ഏറ്റവും വലിയ സമ്മാനമായ കയ്യൊപ്പ് ചാർത്തിയ ഈ പുണ്യപ്പെടുത്തിനം ഒരിക്കൽ കൂടി ഒറ്റവാക്കിൽ നിങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്മതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകല
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സഭയായി വസിക്കുന്ന പരിശുദ്ധരും സുജർഹരും ബലവാനും ദൈവമായ കർത്താവേ, നീതിയെ നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രഹാം എല്ലാത്തിന്റെയും ദശാംശം അവന് കൊടുത്തു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 1:7 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണം. ദൈവമായ കർത്താവേ, നീതിയെ മലിനമായ ഭക്ഷണം നിങ്ങൾ എന്റെ വെല്ലുവിളികൾ അർപ്പിച്ചു. ഭരണാധികാരികൾ കാഴ്ചവെച്ചാൽ അവർ സന്തുഷ്ടരാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? സൈനികരുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാര്യങ്ങൾ യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങൾ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യക്തമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രീതിയില്ല, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്നാൽ ജനതകളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. പരിശുദ്ധാത്മാവിനും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈ ശരീരം ഭക്ഷിക്കുകയും
അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെ ഈ വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ സന്ദേശം നൽകാൻ അപ്പസ്തോലികമായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം കോഴിക്കോട്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയെ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. അവിടെ ഞാൻ ദീർഘമായി സംസാരിക്കേണ്ട കാര്യം 2-3 കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൃഷ്ടിക്കുക ദൈവത്തിന്റെ കുർബാനയേക്കാൾ വലിയ ഒരു രഹസ്യത്തെ വെളിപ്പെടുത്താൻ ജ്ഞാനം, അതുപോലെ തന്നെ ദൈവമായ അവിടുത്തേക്ക് സർവസമ്പത്തിന്റെ ഉടമയാണ്. പക്ഷേ പരിശുദ്ധ കുർബാനയേക്കാൾ പറയാൻ പോകുന്നത് വിശിഷ്ടർക്ക് പരിശുദ്ധ കുർബാനയുടെ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ തിരുശരീരവും തിരുരക്തവുമായി പരിശുദ്ധ കുർബാനയിൽ യേശു അരുളി ചെയ്യുന്ന തിരുവചനത്തിന്റെ ശക്തിയാണ്. സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. യെരൂശലേമിലെ വിശുദ്ധ കർത്താവിനെ പറ്റിയില്ല. ശരിയാണ്, അപ്പവും വീഞ്ഞുമായി മാറും എന്ന് വിശ്വസിക്കാത്തതിനേക്കാളും വലിയ അവിവേകമുണ്ട് എന്ന സത്യമാണ്. പരിശുദ്ധ കുർബാന നമുക്ക് ജീവൻ പകരുന്ന സത്യമാണ്. തലകറങ്ങുന്നു, ഇനി തനിക്ക് മരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവർ മരത്തിൽ അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഇതുവരെയും സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഞാൻ ജീവൻ ചികിത്സിക്കാൻ. പക്ഷേ അത് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഷെഡുകളിൽ പരിശുദ്ധ കുർബാനയായി ഈശോ വസിച്ചു എന്ന് നാം എല്ലാവരും തിരിച്ചറിയും. ആ ദിവ്യാരുണ്യത്തിന്റെ തിരുസാന്നിധ്യം പകർന്ന കരുത്തുകളെ വിശ്വസിപ്പിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കാൻ, നമ്മുടെ ആത്മാവിനെ പുനർജീവിപ്പിക്കുവാൻ അത്ഭുതകരമായി ആ തിരുവോസ്തിയിൽ പതിപ്പിച്ചു തന്നിരിക്കുകയാണ്. വെറോനിക്ക പുണ്യവതിക്ക് കർത്താവ് തിരുമുഖം പതിച്ചു കൊടുത്ത ശേഷം തന്റെ തിരുസാന്നിധ്യത്തിന്റെ അറ്റ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയോടുള്ള വ്യക്തിബന്ധം എപ്പോ പോയാലും വന്നാലും ഈശോയോട് സംസാരിച്ചിട്ട് പോകുന്ന മനുഷ്യര് അവരാണ് യഥാർത്ഥ ദിവ്യകാരുണ്യ ഭക്തര്. വിയാനി പുണ്യാൾ അലോഷ്യസെ, നീ ഇന്നും വന്നല്ലേ, സന്തോഷം, നിന്നെ കാണുന്ന എനിക്ക് ഇഷ്ടമാണ് എന്ന് ഈശോ പറയും. അപ്പൊ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഈശോയോടും തിരിച്ചുകൊണ്ട് പറയും, എൻ്റെ ഈശോയെ,
നിന്നെ കാണുന്നത് എനിക്കിഷ്ടമാണ്. ഇത്രയും പറഞ്ഞ് ഞങ്ങൾ പോകും. ഇത്രയും പറയാൻ അതിന്റെ ആഴവും അളക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്ന നമ്മുടെ വിശ്വാസ കുറവിനെ ആഴപ്പെടുത്താൻ കർത്താവ് നമ്മളെ വെളിപ്പെടുത്തി തന്നിയത് എന്ന സത്യം ധ്യാനിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് ഞങ്ങളുടെ ശരീരത്തെ ആത്മസമർപ്പണത്തിൽ ജീവൻ കണ്ടെത്താൻ ഞങ്ങളെ ഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീരത്തിൽ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ നവജീവൻ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സഹായത്തിൽ പങ്കുചേർന്ന് ഉദ്ധാനത്തിന്റെ മഹത്വത്തിന് യോഗ്യരാകുക ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങൾ സകലത്തിന്റെയും നാഥായി നീക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയും സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തടയപ്പെട്ടു. ഞാനൊരു കുറച്ച് ഈ പള്ളിയുടെ